ബദാം മിൽക്കാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് മിൽക്ക്, പിന്നെ പഞ്ചസാര, സഫ്രോൺ, ഒരു 15 ബദാം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പോയി കിട്ടും. പിന്നെ ഇതെല്ലാം നമുക്ക് തൊലി കളഞ്ഞ് എടുക്കണം. എന്നിട്ട് അത് ഇത്തിരി പാലും കൂട്ടി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പൊ നമ്മള് പാൻ വെച്ചു, പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന പാൽ ഒഴിച്ചു. പാല് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സഫ്രോൺ, നല്ല കളറ് കിട്ടും. അതുപോലെ ഇളക്കി വിട്ട് സിമ്പിളാക്കണം. നമുക്ക് അതുപോലെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് സോറി കേട്ടോ, ബദാം ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം, 10-15 മിനിറ്റ് മാക്സിമം നന്നായിട്ട് തിളച്ചതിന് ശേഷം അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ബദാമും കൂടി അരച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ അതും നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി തണുത്ത്. ഇനിയിപ്പം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് സഫ്രോണും കൂടി ഇട്ട് കൊടുക്കാം. ഡെക്കറേഷൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന മിൽക്കാണ്. അപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് റെഡി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.